രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ പീഡനങ്ങളിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സമ്മേളിച്ച KCBC യോഗം അതിയായ ആശങ്ക പ്രകടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറുങ്കിലടയ്ക്കപ്പെട്ട സന്യാസിനിമാരോടും സഹോദരങ്ങളോടും KCBC ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജാമ്യം ലഭിച്ചുവെങ്കിലും അന്യായമായി അവരുടെ പേരിലെടുത്ത കേസ് നിലനിൽക്കുന്നത് ഭീതിതമാണ്. ആ കേസ് പിൻവലിച്ച് അവർക്ക് ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു നൽകണമെന്നും KCBC ആവശ്യപ്പെട്ടു. ഈ പ്രതിസന്ധിയിൽ കേരള സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും സന്മനസ്സുള്ള സകല മനുഷ്യരുടെയും വലിയ കൂട്ടായ്മ പ്രകടമായിരുന്നു. അതോടൊപ്പം സാർവത്രിക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യാശയുടെ ജൂബിലി കേരള സഭാതലത്തിൽ 2025 ഡിസംബർ 13 ശനിയാഴ്ച മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിപുലമായ രീതിയിൽ ആചരിക്കുവാൻ തീരുമാനിച്ചതായും KCBC അറിയിച്ചു. അതോടൊപ്പം ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വിവേചനപരമായി ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി 31/7/2025 പുറപ്പെടുവിച്ച ഓർഡറിൽ KCBC ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃതമായി ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നും അവ ക്രമവൽക്കരിച്ച് നൽകണമെന്നും NSSനുള്ള വിധിയിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുകയും അതേ തുടർന്ന് അനുകൂലമായ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. NSS കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ വിധിന്യായം നടപ്പാക്കാമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. സമാന വിഷയത്തിൽ KCBC കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷനു വേണ്ടി കൺസോർഷ്യം ഓഫ് കാത്തലിക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും NSSനുള്ള വിധിയും അതിനനുസൃതമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെയും വെളിച്ചത്തിൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ അപേക്ഷ പരിഗണിക്കണമെന്ന അനുകൂല വിധി നേടുകയും ചെയ്തു. എന്നാൽ ഈ വിധിന്യായം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് സുപ്രീം കോടതി ഉത്തരവ് NSSന് മാത്രം ബാധകമാണെന്നും മറ്റു മാനേജ്മെന്റുകളിൽ ഇത് നടപ്പാക്കണമെങ്കിൽ പ്രത്യേക കോടതി ഉത്തരവ് വേണമെന്നുമാണ്. NSSന് ലഭിച്ച അനുകൂല വിധി മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർക്കും സമാന സാഹചര്യങ്ങളിൽ ബാധകമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളതിനാൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണെന്ന് KCBC ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് മൂലം ഇതിനകം നിയമിതരായ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാവുക മാത്രമല്ല, വ്യക്തിപരവും കുടുംബപരവും സാമുദായികപരവുമായ അസ്വസ്ഥതകൾക്കു കൂടി കാരണമാകുന്നുണ്ടെന്നും KCBC വിലയിരുത്തി. അതേസമയം വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്ത പുനരധിവാസത്തിന്റെ ഭാഗമായി KCBC വാഗ്ദാനം ചെയ്ത 100 വീടുകളുടെ നിർമ്മാണം വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതായും KCBC വ്യക്തമാക്കി. 20ഓളം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. 2025 ഡിസംബറോടുകൂടി മുഴുവൻ വീടുകളും പൂർത്തിയാകുമെന്ന് യോഗം പ്രത്യാശ പ്രകടിപ്പിച്ചു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സമ്മേളിച്ച KCBC യോഗം മറ്റ് ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്തു.